അല്ല, കേന്ദ്രം നേടിയെടുക്കാൻ ഇപ്പൊ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധ സംഘടനകൾ ഓഫർ ചെയ്ത സഹായം കൊണ്ടൊന്നും മതിയാവില്ല. അവിടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു നാടേ ഒഴുകിപ്പോയതാണ്. അത് മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വലിയ സഹായം വേണം, കണക്കാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നൂറുകണക്കിന് കോടി റുപ്യയുടെ സഹായം ഉണ്ടായാലേ പഴയ സ്ഥിതിയിലാക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, അത്തരം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മൊത്തത്തിൽ കേരളത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കണ്ണു തുറന്നാലല്ലാതെ പൂർണ്ണാവൂല. അതുകൊണ്ട് അത് വിട്ടുകളയാൻ പറ്റൂല. അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് തീർച്ചയായിട്ടും UDF ഒരിക്കലും വിട്ടുകളയില്ല. ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യും, എന്താ വേണ്ടതെന്നുള്ളത്. ഇതിൽ രാഷ്ട്രീയം കടത്തിയിട്ട് കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ചേർന്നാൽ നിന്നാൽ എല്ലാം ഭംഗിയാവും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇല്ല. ആദ്യം ഒരു നന്നാവണം സംസ്ഥാന ഗവൺമെന്റ്, എന്നിട്ട് അതിന് ലീഡ് എടുക്കാനുള്ള കഴിവ് അവർക്ക് വേണം. അല്ലാതെ ഇങ്ങനെ പരാജയപ്പെടുന്നവരോട് കൂടെ ഞങ്ങൾ കൂടി ചേർന്ന് നിന്നിട്ട് എന്താ കാര്യം? അതിനുള്ള ഒരു പ്രാഗൽഭ്യം അവർ തെളിയിക്കട്ടെ, എന്നിട്ട് പ്രതിപക്ഷത്തെ വിളിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ തയ്യാറാവും.